ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ട്രാവലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചൂസ് ചെയ്യുന്ന ട്രാവലിംഗ് വേണ്ടിയിട്ട് പിന്നെ 500cc റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റാണ് ഞാനിപ്പോൾ. അത് നല്ല മിലിറ്ററി കളറായിട്ടുള്ള ഇത് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതിനോണ്ട് നല്ല താങ്ങണമെങ്കിൽ നല്ലൊരു ശക്തിനെ ബാണ് ഇത്. ഇതിൽ ഞാൻ ഇന്നത്തെ ഒരു ചെറിയൊരു ട്രാവലിംഗ് നടത്താൻ പറ്റും. ബുള്ളറ്റ് എന്ന് പറഞ്ഞ സാധനം ചവിട്ടിയിരുന്ന സ്റ്റാർട്ടാക്കുമ്പോഴേക്കാണ് അതിൻ്റെ ഒരു നല്ലൊരു മജ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ചവിട്ടിയിരുന്ന സ്റ്റാർട്ടാക്കും. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാം, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോവാം. നല്ല മഴക്കാറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ നമുക്ക് പിന്നെ ബൈക്കിൽ ഫിറ്റ് ചെയ്യുന്ന ആ മൗണ്ടിൽ അത് കേടോ എൻ്റെ അത് കാണാതെ. അപ്പോൾ അതിനുണ്ട് ഇപ്പോൾ തൽക്കാലത്തൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ലെവലിൽ ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ ബാക്കിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹെൽമെറ്റ് ഇട്ടതിനെ കൊണ്ട് പിന്നെ എടുക്കാം പ്രോപ്പറായിട്ട് അത് സെറ്റായിട്ട് അവിടെ നിന്നിട്ടില്ലെങ്കിൽ പോകുന്ന സൗണ്ട് കേൾക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അതിനോട് ഞാൻ ജസ്റ്റ് ഇടയിൽ പോകുന്ന വഴിയിൽ ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കട്ടെ. അതാണ്ട ഇപ്പം എൻ്റെ താഴെ പൂണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മുമ്പ് നേരെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, സീറ്റിൽ സെറ്റാക്കിയിട്ട്. അപ്പോൾ വരുന്ന കഴിഞ്ഞിട്ട് ചെയ്യുന്ന ചെറിയൊരു എൻ്റെ ട്രാവലിങ്ങിൻ്റെ കൂടിയാണ്. വരും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു 80% ഷുവറാണ്. നമ്മൾ ഉക്കിനടുക്കത്തേക്ക് എത്തുന്നതിനായിട്ട് കുറച്ച് മുന്നേ ഒരു ബസ്സിൻ്റെ ഒരു വെയിറ്റിംഗ് ഷെഡാണ്. അവിടെ നോക്കിയാൽ നല്ലൊരു ഫ്ലവറും കാര്യങ്ങളായിട്ട് കാണാൻ നല്ലൊരു രസമുണ്ട്. കണ്ടോ? മച്ചന്മാരെ, നിങ്ങൾ ഈ കാണുന്നതാണ് ഉക്കിനടുക്കം ജംഗ്ഷൻ. അപ്പോൾ ഈ ഉക്കിനടുക്കം ജംഗ്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ നമുക്ക് പലർക്കും സുപരിചിതമായിട്ട് അറിയപ്പെടുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണ്. അത് അറിയപ്പെടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നമുക്ക് കാസർഗോഡ് ഭാഗത്ത് നിന്ന് മെഡിക്കൽ കോളേജ് കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്പോട്ടും കൂടിയാണിത്. പോകുന്ന വഴിയിൽ ഇപ്പം നമുക്ക് ഒരുപാട് സീബ്ര വരകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ ഇടതുവശത്തുള്ള പിങ്ക് ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇത് ഉക്കിനടുക്കത്തുള്ള ഒരു ആയുർവേദിക് ഒരു ഹോസ്പിറ്റലാണ്. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റൽ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൂടിയാണെന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എൻ്റെ ഒരു അനുഭവം കൂടിയാണ് ഇപ്പം ഇതിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു 3.5 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്യുന്ന കഴിഞ്ഞാൽ നമുക്ക് പെർളം ടൗണിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ഇടിയെടുക്കുന്ന പറഞ്ഞൊരു ജംഗ്ഷൻ കൂടി നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് നേരെ ഇടദോഷം കൂടി ചേർന്ന് നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബന്തിയോട് ഉപ്പള ഉള്ള ഒരു ജംഗ്ഷൻ്റെ മെയിൻ മംഗലാപുരം കാസർഗോഡ് ഭാഗത്തുള്ള ജംഗ്ഷനിലേക്ക് നമുക്ക് വളരെ ഷോർട്ടായിട്ട് നമുക്ക് എത്താൻ പറ്റുന്ന ഒരു വഴിയും കൂടിയാണിത്. പിന്നെ ഈ വഴിയിൽ ഒരുപാട് കുറുക്ക് വഴികൾ നമുക്ക് കാണാൻ പറ്റും. കർണാടക ഭാഗത്തേക്ക്, കേരള ഭാഗത്തേക്ക് എല്ലാം പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ നിങ്ങൾ ഇപ്പോൾ ഇതുവരെ ഭൂമിയിലുള്ള സ്വർഗത്തിൽ പോകുന്ന റൂട്ട്, നരകത്തിൽ പോകുന്ന റൂട്ടൊന്നും കണ്ടിട്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് നിങ്ങൾ മുഴുവൻ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട കമൻറ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മച്ചന്മാരെ, നിങ്ങൾ ഈ ഫൈനലി കാണുന്ന ഈ ഒരു ജംഗ്ഷനാണ് ഇടിയടുക്കം ജംഗ്ഷൻ. അപ്പോൾ ഈ ഇടിയടുക്കം ജംഗ്ഷനിൽ നമുക്ക് ഒരുപാട് റൂട്ടിൽ നമുക്ക് ഈ ഒരു റൂട്ട് സഞ്ചരിച്ചാൽ നമുക്ക് എത്താൻ പറ്റുന്നതാണ്.
നിങ്ങൾ ഈ കാണാൻ പോകുന്നതാണ് പിന്നെ പെർളത്തിന് തൊട്ട് മുമ്പുള്ള RTO ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരുപാട് ലോറി കാര്യങ്ങളൊക്കെ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് അവർ ചെക്ക് ചെയ്യുന്ന കാഴ്ചകളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ടൂ വീലർ കാര്യങ്ങളൊന്നും അവർ ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് പെർളം ടൗണിലേക്കുള്ളത്. അപ്പൊ ഹൈവേന്ന് ഈ ഒരു ഓഫ് റോഡ് ഞാൻ യാത്ര ചെയ്യുന്നതിന്റെ കാരണം എന്തെങ്കിലും, അപ്പൊ ഈ യാത്രക്കിടയിൽ ഞങ്ങൾക്ക് കുറച്ച് ദൂരത്ത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കൃഷിന്റെ ഒരു സ്പോട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കൃഷി എന്താണെന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഇപ്പൊ ഞാൻ ആ ഭാഗത്തോട്ട് ഇപ്പൊ പോയിക്കൊണ്ടുള്ളത്. അങ്ങനെ ഫൈനലി ഞാൻ ആ ഒരു സ്പോട്ടിന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ ആ ഒരു കൃഷി എന്താണെന്നുള്ള കാര്യം കൂടി ഞങ്ങൾക്ക് ശരിക്കും കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന നിങ്ങൾക്കായിരിക്കും ആ കൃഷി എന്തെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കോമന്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. തൊട്ടടുത്ത് ഒരു വീടുണ്ട്. പിന്നെ ആ പരിസരത്ത് ഒരു മനുഷ്യനെ പോലും കാണാനില്ല. പിന്നെ ഞാൻ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് നിന്നെന്ന് വിചാരിച്ചതിനുണ്ട് ഞാൻ നേരെ എൻ്റെ ബുള്ളറ്റ് ഒന്ന് തിരിച്ചിട്ട് നേരെ ഹൈവേയിലേക്ക് ഞാനിപ്പോൾ കയറുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ വീണ്ടും ഞാൻ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ പോകുന്ന വഴിയിലാണ് നമുക്ക് ഈ സ്വർഗത്തിലോട്ട് പോകുന്നുള്ള ആ ഒരു റൂട്ട് കാണാൻ കഴിയുന്നത്. അപ്പം അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചെന്നില്ലെങ്കിൽ അത് വല്ലാത്തൊരു മോശമായി പോയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തോട്ട് ഞാനിപ്പോൾ ടേൺ ചെയ്യുന്നുണ്ട്. മച്ചന്മാരെ ഇപ്പൊ ഏതായാലും നമ്മ പെർളത്തോട്ടുള്ള യാത്രയിൽ നമുക്ക് സ്വർഗത്തിലോട്ട് പോകുന്ന ആ ഒരു റൂട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതേ മറ്റൊരു റൂട്ടിൽ നമുക്ക് നരകത്തിലോട്ടുള്ള ആ ഒരു റൂട്ടും കൂടി നമുക്ക് കാണാൻ കഴിയും. നമുക്കിടയിൽ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളായിട്ടാണ് ജീവിക്കുന്നത്. കുറെ പേര് ട്രാവലിങ്ങിന് ചെയ്യാനുള്ള ആഗ്രഹം, അതുപോലെ ട്രാവലിങ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമായിട്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ കൂടാണ്ട് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു റോയൽ എൻഫീൽഡ് 500cc അതും ഒരു മിലിറ്ററി കളറിലുള്ള ഒരു ബുള്ളറ്റിൽ ഒരു ചെറുതായിട്ടുള്ള ഒരു ട്രാവലും കൂടി ചെയ്യണം എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ ആഗ്രഹം ഇപ്പം എനിക്ക് നടന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബ് ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല, അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പേര് ഞാൻ പറയാത്തത്. അപ്പോൾ അദ്ദേഹം എനിക്ക് ഈ ഒരു റോയൽ എൻഫീൽഡ് 500cc വാഹനം തന്ന് അതിൽ ടാങ്കി ഫുള്ള് ഫ്യൂൽ അടിച്ചു തന്ന്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഒരുപാട് ഹാപ്പിനെസ് ആണ് എനിക്ക്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു താങ്ക്സും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സബ്സ്ക്രൈബ്സ് നമ്മൾ വീഡിയോസ് കാണുന്നവരുണ്ട്. മച്ചന്മാരെ ഇപ്പം നമ്മൾ ഫൈനലി ഇപ്പം പെർളം ടൗണിലേക്ക് എത്തി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് കാസർഗോഡ് ഭാഗത്ത് പോകുന്ന ബസ്സാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടുള്ളത്. അത് സീതാങ്കൊള്ളി വഴിയായിട്ട് പോകുന്ന ബസ്. അപ്പോൾ ഈ പെർളം ടൗണിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നുള്ളത്. പിന്നെ കുറച്ച് മുമ്പോട്ട് നമുക്ക് ആ ഒരു ചുവപ്പ് കളറിലുള്ള ഒരു ബസ് കാണാൻ കഴിയുന്നുണ്ടല്ലോ, അതിപ്പോൾ ആ സ്വർഗം ഭാഗത്തുനിന്ന് വന്ന ബസ്സാണ്. ഇപ്പോൾ രണ്ടാമത് ഇവിടെ നിന്നാണ് പിന്നെ നരകം ഭാഗത്തോട്ടുള്ള റൂട്ട് കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ബസ്സുകൾ നരകം ഭാഗത്തോട്ട് പിന്നെ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നരകം റൂട്ടും സ്വർഗം റൂട്ടും രണ്ടും നിങ്ങളെ കണ്ടതിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം.
ഇതുവഴി ലെഫ്റ്റോട്ടൊന്ന് തിരിഞ്ഞെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കുറച്ച് സന്തകൾ കാര്യങ്ങളെല്ലാം വെക്കുന്ന ആ ഒരു സ്പോട്ടിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ഈ പോകുന്ന റൂട്ടിൻ്റെ പേരാണ് KK പുറം. അപ്പോൾ ഏതായാലും അതാ റൈറ്റ് ഭാഗത്ത് ഒരു സ്റ്റേഷനറി കട പോലത്തെ ഒരു കടയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നിർത്തിയിട്ട് നമുക്ക് ഇവിടുന്നൊരു 10 രൂപേൻ്റെ ഒരു വെള്ളം വാങ്ങിയിട്ട് കുടിക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഈ KK പുറം എന്ന് പറഞ്ഞ ഈ സ്ഥലത്തുണ്ടല്ലോ, ഇത് വീക്കെൻഡിൽ ഒരു പ്രാവശ്യം തോന്നുന്നുണ്ട് നമുക്കൊരു സന്ത കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു സ്പോട്ടിലൊക്കെ ആദ്യമായിട്ടാണ് ഞാനിവിടെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സന്ത കൂടി നമുക്കൊന്ന് പോയിട്ട് അവിടെ കാണാം, അവിടെ എന്തെല്ലാം സാധനങ്ങളുണ്ട് എന്നുള്ള കാര്യമല്ല. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ വെള്ളമെല്ലാം കുടിച്ച് ഇനിയിപ്പോൾ വണ്ടി എടുത്തിട്ട് ഇന്ന് ആ ഭാഗത്തോട്ട് പോകുന്നുണ്ട്. ഇത് സന്ത ആഴ്ചയിലുണ്ടോ ഇങ്ങനെ? ബുധനാഴ്ച ഉണ്ടെന്നോ? എത്ര പച്ചമാങ്ങ? എത്ര പച്ചമാങ്ങ? 80 രൂപ അല്ലേ? മറ്റേ കൊള്ളിക്ക് 40, കിഴങ്ങ് 50. ഇതിന് 50, ഇത് 40 അല്ലേ? നോക്കാം, ഞാൻ തരുന്നു അങ്ങോട്ട് പോയിട്ട്. അങ്ങനെ വണ്ടിയുടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം മഴ പെയ്യുന്നുണ്ടോ? ഇതിനെത്ര കയ്യിലിന്? അത് 50 രൂപ. 50. അതിന്റെ വലുതുണ്ട്. ഇതേടെ ഉണ്ടാക്കുന്നേടാ ഇതിന്റെ പ്രൊഡക്റ്റ് ഏടാ? അതിന്റെ വലുതുണ്ട്. അല്ല ഇതേടെ ഉണ്ടാക്കുന്നത്? ഇത് മറ്റേ ഇവിടുന്ന് വരുന്നതാണ് പുറമെന്ന്. നമ്മൾ ഇവിടെ ഉണ്ടാകുന്നതല്ല, ഇവിടെ ഉണ്ടാക്കുന്നില്ല. ചൈന തരുന്ന? ചൈനന്നല്ല, നമ്മൾ ഇവിടെ തന്നെ കേരളത്തിൽ നിന്ന്. പിന്നെ ഈ പ്രാവശ്യം വന്നതിൽ എന്ത് സ്പെഷ്യൽ എന്താ കൊണ്ടതിനാ? സ്പെഷ്യൽ ഉള്ളത് തീർന്നു ഇന്നലെ പെരുന്നാൾ. എത്ര സൈപ്പ് എവിടെ സന്ത? ഇവിടെ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം, എല്ലാ ബുധനാഴ്ചയും ഉണ്ടാവും. ശരി, വേറെ ഇല്ല. പിന്നെ പതിർക്കാൻ റൂട്ടിൽ നോക്കില്ല പോകുന്നുണ്ട് അല്ല, ചന്തയ്ക്ക് എല്ലാം ഇടിയെ പോകും. ഏടാ പേരേടാ? ഒരേ പതി എടുക്കാം. മുനിയൂർ. പേര് മുഹമ്മദ്. ആ, ഞാനൊരു യൂട്യൂബിൻ്റെ. അതെ അതെ. അപ്പോൾ ചെരുപ്പിൻ്റെ വീഡിയോയിൽ തന്നെ എന്നെ കാണുമ്പോൾ പിന്നെ മുങ്ങി. അവന് ക്യാമറയിൽ നിൽക്കാൻ താല്പര്യമില്ല. ഇനി എത്ര ഇനി കേലക്ക് എത്ര? ഹായ്, മാങ്ങ പൊത്തത് ഇത് പോത്തിന് എത്ര? എന്ത് മാങ്ങ ഈ മാങ്ങ? അല്ല എത്ര? ഇനി 120. ഏത് തരം ചെരുപ്പ് വേണമെങ്കിലും ഇവിടെ കിട്ടുക. ഏത് തരം ചെരുപ്പ് വേണമെങ്കിൽ കിട്ടുക. ഇയാളവിടെ കണ്ടൊരു പരിചയമുണ്ട് എനിക്ക്. ഇത് എൻ്റെ യൂട്യൂബിൽ. വേറെ ആരില്ല. ഇപ്പൊ വന്നെത്രയാ? ആ, നടക്കട്ടെ. എത്ര ഇനി വാട്ടർ മെലൻ? 50 രൂപയ്ക്ക് 3 kg. പീടികയിൽ കൂടുതലുണ്ടാവല്ലേ? പീടികയിൽ കൂടുതലുണ്ടാവും. ഉണക്കി മീന് കാര്യങ്ങളെല്ലാം ഉണ്ട്. എത്രയാ പുളിക്ക്? എത്രയാ? 200. ഫാസ്റ്റ് ക്വാളിറ്റിയാ? ഈ വെള്ളുള്ളിക്ക് എത്ര ഉണ്ട്? 50. 200 രൂപ. ഈ വള്ളി മുളകിന് 220 രൂപ. കന്നഡങ്ങ ഇത്? അത് 200. കാറുള്ളത് കുറച്ചുണ്ടാവില്ല, മീഡിയം കാർ. ഫൈനാൻസിന് വില കുറഞ്ഞു ചെയ്യും അല്ലേ? ശരിയോ? മല്ലിക്ക് എത്ര ഉണ്ട്? അല്ലെങ്കിൽ
ഇടയിൽ ജാസ്തി ഉണ്ടാവല്ലേ അല്ല ശരി. അപ്പൊ ഗൈസ് നോക്കൂ ഗൈസ്, ഞാൻ പറഞ്ഞതുപോലെ ഇതാ പെർളം ഭാഗത്ത് നല്ല മഴയാണ് ഇപ്പൊ, കണ്ടില്ലേ? ഞാനിപ്പോ ഒരു വീടിന്റെ ഒരു സൈഡിലോട്ട് നിന്നിട്ടുണ്ട്. ഇതെന്റെ ബുള്ളറ്റ് ആണെങ്കിൽ നല്ല പോലെ മഴ നനയുന്നുണ്ട്. ഇപ്പൊ ജലദോഷം പനിയൊക്കെ വരുന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പെർളത്ത് മഴയെല്ലാം ചോർന്നതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ചും കൂടി മുമ്പോട്ട് പോയി. വല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാലോ എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി പോകുന്ന വഴിയിലാണെങ്കിൽ ഫുള്ള് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ അത് ഇവനാണെങ്കിൽ എന്നെ ഒന്ന് ഓവർടേക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിലാണെങ്കിൽ ഒരു യെല്ലോ കളർ ഗോൾഡൻ കളറിൻ്റെതായിട്ടുള്ള ഒരു ബ്രസ കാർ അവിടെ ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട് ഉണ്ട്. അപ്പോൾ ഇത് എന്തിലോട്ടാണ് ആക്സിഡൻറ്റ് ആയിട്ടുള്ളതെന്നൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇടേണ്ട ഒരാളോട് ഞാൻ കാര്യം ഒന്ന് തിരക്കിയപ്പോൾ ഇയാളാണെങ്കിൽ ഇടത്തോട്ടും വലത്തോട്ടും കൈയോട് ഇങ്ങനെ കാണിച്ചു. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. പിന്നീട് ഞാൻ കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ ഈ തോട്ടിലോട്ട് ബോധമില്ലാത്തൊരവസ്ഥയിൽ ഒരു ഹുണ്ടായുടെ ഒരു റെഡ് കളറിൻ്റെ ഒരു കാർ പിന്നെ ഞാൻ ഒന്നും കൂടി നിരീക്ഷിച്ച് നോക്കിയപ്പോൾ ഈ കാറിൻ്റെ ഈ ഡോറിൻ്റെ ബാക്ക് സൈഡ് ഡോറ് ശരിക്കും ആക്സിഡൻറ്റിൽ പെട്ടിട്ട് ഉടഞ്ഞ് ചമ്മന്തി ആയിട്ടുണ്ട്. പിന്നീട് എനിക്ക് ഇത് ഏത് ഭാഗത്തുള്ള വാഹനം എന്നുള്ള കാര്യം കൂടി ഞാൻ ഒന്ന് സൂക്ഷിച്ചു. അപ്പോൾ ഇത് ഒരു ഈ കർണാടക രജിസ്ട്രേഷനിലുള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഈ കർണാടക രജിസ്ട്രേഷനിലുള്ള വണ്ടി ഏകദേശം എൻ്റെ ഒരു അനുഭവത്തിൽ തന്നെ പറയുകയാണെങ്കിൽ വളരെ ഈ കേരളം ഭാഗത്തോട്ടെല്ലാം വന്ന വളരെ റോങ് സൈഡായിട്ടും അതുപോലെ വാഹനം ഒരുപാട് അടുപ്പിച്ചിട്ടുള്ള ഇവർ യാത്ര. ಎಲ್ಲಿಂದ ನೀವು? ಮಂಗಳೂರು ಮಂಗಳೂರಿಂದ ಬಂದಿದ್ದೀವಿ. ನಾವು ಮದುವೆಗೆ ಬಂದ ರವಿಕುಮಾರ್ ಭಟ್ ಅಂತ. ಹೌದಾ? ಮ್ಯಾಂಗ್ಳೂರಿನಲ್ಲಿ ಬದಿಯಡ್ಕಲ್ಲಿ ಸೀದಾ ಬಂದದ? ಹೌದು, ನಾವು ಇಲ್ಲಿಂದ ಈ ಕಡೆಯಿಂದ ಬಂದಿಯೋಡೆಯಾಗಿ ಬಂದ್ವಿ. ಈ ಕಡೆ ಮುಖ ಮಾಡಿ ಕಾರನ್ನು ನಿಲ್ಲಿಸಿದ್ದೆವು. ನಮಗೆ ಅನೌನ್ಸ್ ಮಾಡಿದ್ರು. ಹೌದಾ? ಗಾಡಿಗೆ ಸೈಡಿಗೆ ಇಡಬೇಕು ಮತ್ತೆ ಬರುವಾಗ ಹೇಳಿದ್ರು ಯಾರು ಹೊಡೆದಿದ್ದಾರೆ. അപ്പൊ അവരിപ്പോ പറഞ്ഞതെന്തോ അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്ന് കല്യാണത്തിന്റെ വേണ്ടിയിട്ട് ഒരു ഹാളിൽ നിന്നിട്ട് നമുക്ക് അവിടെ നിന്ന് അനൗൺസ് ചെയ്ത് ആ ഭാഗത്തു നിന്ന് വണ്ടി എടുക്കണം. അത്ര വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു വണ്ടി വന്നിട്ട് ഇടിച്ചിട്ടുണ്ട്. പിന്നീട് ഈടെ ഒരു കാഴ്ച ഉണ്ടല്ലേ, നമ്മുടെ കാസർഗോഡ് രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടി ഇതിനും ഇടിച്ച് പഞ്ചറായിട്ടുണ്ട്. അങ്ങനെ ഇടിയോടെ ഇടി. ഇത് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ശരിക്കും ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവനോട് ചോദിച്ചിട്ട് അവനും കൈമലത്തി. ഇനിയിപ്പോൾ ഈടെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യമില്ല. ഏതായാലും ഞാൻ എൻ്റെ ബുള്ളറ്റുള്ള ആ ഭാഗത്തോട്ട് ഞാനിപ്പോൾ തിരിച്ചു പോകുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഒരു KSRTC കാസർഗോഡ് ഭാഗത്തു നിന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പം നേരെ പുത്തൂർ ഭാഗത്തോട്ടാണ് പോകുന്നത്. വല്ലാത്തൊരു ഇടിയായിപ്പോയി. ഈ ബ്രസൻ്റെ ഒരു കോലം കണ്ടില്ലേ? അപ്പോൾ നിങ്ങളത് ആ ഭാഗത്ത് നിന്ന് നോക്കി ആ വാഹനത്തിൽ നിന്ന് കണ്ടില്ല, കൈയോട് ഇങ്ങനെ ടാറ്റാക്കുന്നുണ്ട്. ടാറ്റ. ഇയാളും ടാറ്റാക്കി. ഇയാളെത്തി നോക്കുന്നു.